അപ്പോൾ ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ചെയ്താലോ. അപ്പോൾ ഇതിലാദ്യം നമ്മൾ വയ്ക്കുന്നത് ഒരു ടോപ്പാണ്, ടോപ്പ് വിത്ത് ബോട്ടം. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റാണ് ഇയറിങ്സ് വയ്ക്കാൻ. അപ്പോൾ ആദ്യം ഒരു ജുംക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കൊറിയൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒരു ബട്ടർഫ്ലൈയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇയറിങ്, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ്. പിന്നെ വേറൊരു ഹാങ്ങിങ് ഇയറിങ്. ഇത് എല്ലാം കസ്റ്റമറിനെ കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് അവരൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അതിനുശേഷം വയ്ക്കാനുണ്ടായിരുന്നത് കുറച്ച് പോളറോയിഡ്സ് ആയിരുന്നു. ഏകദേശം ഒരു 35+ പോളറോയിഡ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചു. അതിനുശേഷം മെയിനായിട്ടൊരു കാര്യം, അതായത് മെസ്സേജ് ബോട്ടിൽ. കസ്റ്റമർ തന്നിട്ടൊരു കസ്റ്റമൈസ്ഡ് മെസ്സേജ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ സർപ്രൈസിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ബോട്ടിൻ്റെ അകത്തെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് തുറന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. എന്നാൽ രസമല്ലേ. ഇനി പിന്നെ ഹാമ്പർ കുറച്ചൊന്ന് empty ആയി കിടക്കുന്ന പോലെ തോന്നിയിട്ട് ഞാൻ അവിടുത്തെ ചോദിച്ച് അവർ കുറച്ച് ഫ്ലവേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിങ്ക് കളർ ഫ്ലവേഴ്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടാനുള്ള ആൾ ഒരുപാട് ബുക്കുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ബുക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ബുക്ക് വയ്ക്കാനാണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2 ബുക്കാണ് എടുത്തേക്കുന്നത്. ജീവിതം ഒരു കൽക്കണ്ടത്തുണ്ടാണ്, പിന്നെ ഒരിടം തേടി. എൻ്റെ ഫേവറേറ്റ് 2 ബുക്കുകളാണ്. അത് ഞാൻ മേടിച്ച് ഒരെണ്ണം ഓതർ സൈൻഡാണ്, മറ്റേതല്ല. അപ്പം ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് ഞങ്ങൾ വെച്ച് പിന്നെ ഇതെല്ലാം നല്ല റാപ്പ് ചെയ്ത് കൊടുത്തയച്ച്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹാമ്പർ മേടിക്കാൻ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ബൈ.